നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അധികം ഉപയോഗമുള്ള ഒരു ഉപകരണമാണ് മിക്സി. നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കാനായിട്ട് നല്ല പാടുപെടേണ്ടി വരും. കാരണം നമ്മളിത് ഉപയോഗിക്കും തോറും അഴുക്കുകളൊക്കെ ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ബ്ലേഡിനും ജാറിനും ഒക്കെ ഇടയിൽ ഇങ്ങനെ അഴുക്കുകളൊക്കെ ഒത്തിരി പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് അഴുക്കുകൾ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയാലും അത് പോകത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സി ജാറിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ അഴുക്കുകളൊക്കെ ഒരുപാട് പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ടിപ്പാണ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ അഴുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചേക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ, ഞാൻ ഇതുപോലെ ഒരു തുണി ഒരു ഐസ്ക്രീം സ്പൂണിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇടഭാഗമൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാകും, നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ അടിഭാഗമൊക്കെ ഒത്തിരി അഴുക്കാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു രീതിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ മിക്സി നന്നായിട്ടിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒന്നാണല്ലോ പ്രഷർ കുക്കർ. കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുക്കറിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഇങ്ങനെ കരിഞ്ഞു പിടിച്ച പാടുകളുണ്ടാകും. പ്രത്യേകിച്ച് ഇതിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ ഗ്യാസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പോലും കൂടി ഇതേപോലെ ഇങ്ങനെ കറുത്തിട്ട് പാട് പോലെ കറ പോലെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ രീതിയിലൊന്നും കഴുകി കഴിഞ്ഞാൽ പോകത്തേയില്ല. സാധാരണ നമ്മൾ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് മിക്കവാറും നമ്മൾ കുക്കർ സാധാരണ കഴുകുന്നതാണല്ലോ. പക്ഷേ അത് അങ്ങനെ കഴുകിയാൽ ഇതുപോലൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ. ഇതേപോലെ നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള കുക്കറുകൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുക്കർ എടുത്തോ, നമുക്കത് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. ഇതേപോലെ കരിഞ്ഞു പിടിച്ച കുക്കർ എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തളിച്ച് നനച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇനോയാണ്. ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഇനോയുടെ പാക്കറ്റ് എടുക്കുക. എന്നിട്ട് അത് പൊട്ടിച്ച് ഈ കുക്കറിൻ്റെ ഈ ഒരു അടിഭാഗത്തേക്ക് നമുക്ക് ഇതുപോലൊന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെള്ളം തിളച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഈ ഇനോ പൗഡർ വീഴുമ്പോൾ തന്നെ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തു. ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തുള്ളി വീഴുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളം അവിടെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുണി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതുപോലൊന്ന് വെച്ചിരിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. ഇത് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത്യാവശ്യം നല്ലപോലെ ആ ഒരു കരിയെല്ലാം ഒന്ന് ഇളകി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒരല്പം ഡിഷ് വാഷ് എടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരല്പം ഡിഷ് വാഷ് ഞാൻ എടുക്കുന്നുണ്ട് എന്തായാലും ഒരു പതയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ചെറിയ രീതിക്ക് സാധാ രീതിക്ക് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു കരിയും അഴുക്കും ചെളിയും എല്ലാം നല്ലതുപോലെ ഇളകി വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ലതായിട്ട് അത് മുഴുവനും ഇളക്കി പോന്നിട്ടുണ്ട്. നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളിയല്ലേ നോക്കി. ഈ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് തുടച്ച് കാണിച്ചു തരാം. കണ്ടോ, സൂപ്പറല്ലേ നോക്കി. ഒരു പാട് പോലും അവശേഷിക്കാതെ മുഴുവനായിട്ടും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഒരുപാട് അഴുക്കും കരിയൊക്കെ ഇങ്ങനെ മൂട്ടിൽ പറ്റിപ്പിടിച്ച പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ടിപ്പ് നമ്പർ 3.
ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ലാത്ത പഴയ പാത്രങ്ങളുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പഴയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഹാർപ്പിക്കൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാനെന്താ ഒരു 2 ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇനി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനോയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റ് ഇനോ എടുത്തൊന്ന് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇങ്ങനെ ഇനോ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും ഒരു സ്പാച്ചുലയോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ പതഞ്ഞ് നല്ല പൊങ്ങി വരുന്നുണ്ട്. ക്രീം പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇത് ക്ലീനിങ്ങിന് നല്ലൊരു അടിപൊളി സംഭവമാണ്. നമ്മുടെ ബാത്റൂമിലെ കപ്പും മഗ്ഗും ഒക്കെ ഒരുപാട് അഴുക്കും അതുപോലെ തന്നെ ഉപ്പുകറയും ഒക്കെ പിടിച്ചിട്ട് അകപാടെ വൃത്തികേടായിട്ടുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ നമുക്കിത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ ബാത്റൂമിലെ ബക്കറ്റിലും കപ്പിലും ഒക്കെ ഒരു വഴുവഴുക്കിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതേപോലുള്ള കപ്പും ബക്കറ്റും ഒക്കെ നമുക്കിത് കണ്ടോ അനായാസം ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അല്പം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അകത്തും പുറത്തും എല്ലാം ഒന്ന് തേച്ച് കൊടുത്ത് കപ്പും ബക്കറ്റും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഉപ്പുകറയൊക്കെ കളഞ്ഞ് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പൊടി പോലെ ഇരിക്കുന്നതൊക്കെ ഇല്ലേ അതൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ പോകും. അപ്പോൾ ഇത് കണ്ടോ ഞാനിപ്പം കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. നന്നായിട്ട് തന്നെ ആ വഴുവഴുക്കലെല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളുടെ ബാത്റൂമിലെ ബക്കറ്റും കപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 4. നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതേപോലത്തെ കെറ്റിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും വെള്ളത്തിൻ്റെ ആ ഒരു പാടുണ്ട്. അതായത് ബോർവെൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വെള്ളപ്പൊടി ഉണ്ടല്ലോ ഉപ്പുകറ പോലുള്ള ഇങ്ങനെയുള്ള കറകളൊക്കെ ഇതിൽ ധാരാളം പറ്റിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകിയാൽ ആ ഒരു സ്ക്രബ്ബറിൻ്റെ പാടൊക്കെ വീണിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗിയും പുതുമയൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് അനായാസം അങ്ങനെയൊന്നും ചെയ്യാതെ വെള്ളം ഉപയോഗിക്കാതെ എങ്ങനെയാണ് അനായാസം ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ തീരാറായ പേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ തീരാറായ പേസ്റ്റിൽ നിന്നും ഞാൻ കുറച്ച് പേസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കെറ്റിലേക്ക് ഇതുപോലെ നമുക്ക് പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ആക്കണം. എന്നിട്ട് ഒരല്പം വെള്ളം ഒന്ന് കയ്യിൽ തൊട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ആ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ സ്ക്രബ്ബറൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യിൽ അല്പം വെള്ളം ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഉരച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് സ്ക്രബ്ബറിൻ്റെ ആവശ്യമേ ഇല്ല. എല്ലായിടത്തും ഇതുപോലെ ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടോ നന്നായിട്ട് തന്നെ അതിങ്ങനെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് തുണി ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് കയറ്റി വെച്ചിട്ട് ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചിലൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് അനായാസം ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് എല്ലായിടവും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. കണ്ടോ ആ ഒരു തിളക്കം കണ്ടോ. നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ കൈവച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു സ്ക്രാച്ചസ് ഒന്നും വീഴാതെ കണ്ട് ഒരു പാട് പോലും അവശേഷിക്കാതെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നനഞ്ഞ ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ എല്ലായിടവും ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ നിങ്ങളിതിപ്പോൾ നോക്കിക്കുക നല്ല പുത്തൻ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കെറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 5. ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒട്ടനവധി ടിപ്പുകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണേ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മുടെ ടാപ്പിലെയൊക്കെ ഉപ്പുകറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാ ക്ലീൻ ചെയ്യുന്നതിനേക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണിത്. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും വിനാഗിരി ഒഴിച്ചു അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ടാപ്പിലേക്ക് ഇതുപോലൊന്ന് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഇതിൻ്റെ ഉള്ളിലിരുന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം കേട്ടോ. അപ്പോഴേക്കും ആ ഭാഗത്തെ ഉപ്പ് കറയും അഴുക്കും ചെളിയും എല്ലാം പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാകും.
ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരച്ച് വേണം ഇങ്ങനെ, അതായത് തേച്ച് വേണം നമ്മളിതിങ്ങനെ ഒന്ന് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, നല്ലൊരു മാറ്റമുണ്ട്. ആ ഉപ്പ് കറയും അഴുക്കും ചെളിയും ഒക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തും കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.